ഹലോ! അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക പരിപാടികളൊന്നുമല്ലാത്തൊരു ദിവസം കാണാം. ഇതാണ് എൻ്റെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഗാർഡൻ. കുറച്ചായി ഞാൻ വിചാരിക്കുന്നു എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യണം, റീപോർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എൻ്റെ മടി കാരണം ഒന്നും ഇങ്ങോട്ട് നടക്കുന്നില്ല. ഇതാണ് ഡക്ക് ഫീറ്റ് പ്ലാന്റ്. ഇതൊരു ഈ ഷേപ്പിലല്ലേ പോയിരിക്കുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ഡിസ്കവർ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് മീൻകാരൻ ചേട്ടൻ അതിലെ പോയത്. ഇന്നാണെങ്കിൽ അവരുടെ കയ്യിൽ കക്കയിറച്ചി ഉണ്ടായിരുന്നു. കക്കയിറച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കക്കയിറച്ചി വീട്ടിൽ വാങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇന്നത് വാങ്ങി. പക്ഷേ ഇത് നന്നാക്കാൻ എടുക്കുന്ന സമയം നന്നാക്കി മനുഷ്യൻ്റെ നടുവും കൈയോടിയും. പ്രത്യേകിച്ച് കുഞ്ഞു കക്കയിറച്ചിയാണെങ്കിൽ പിന്നെ ഒന്നും പറയേ വേണ്ട. അങ്ങനെ ഷടപടേ എന്ന് പറഞ്ഞ് വെക്കം നന്നാക്കി നമ്മൾ വേഗം തന്നെ കക്കയിറച്ചി കറി ഉണ്ടാക്കി ചോറും കക്കയിറച്ചിയും കഴിച്ചു. പിന്നെ ഫുഡും കഴിച്ച് റിലാക്സ് ചെയ്ത് ഫോണും നോക്കി കിടക്കുമ്പോഴാണ് പതുക്കും എന്ന് പറഞ്ഞ് എന്തോ വീഴുന്ന സൗണ്ട് കേട്ടത്. അതെന്താണെന്ന് നോക്കാൻ ഞാൻ ഓടിച്ചാടി മുറ്റത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതാ മുറ്റത്തൊരു കേടായ പേരയ്ക്ക. വന്നോന്ന് നമ്മുടെ മരത്തിൽ നിന്ന് വീഴുന്നത് ഒന്നല്ലെങ്കിൽ കിളി തിന്ന പേരയ്ക്ക, വവ്വ തിന്ന പേരയ്ക്ക, പുഴു തിന്ന പേരയ്ക്ക, അതും അല്ലെങ്കിൽ ഇതുപോലത്തെ പൊട്ട പേരയ്ക്ക. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നല്ലതുണ്ടോ എന്ന് ചെന്ന് നോക്കിയെങ്കിലും ഒറ്റെണ്ണം പോലെ നല്ലതില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഒറ്റ പുഴു പോലും ഇല്ലാത്ത വലിയ പേരയ്ക്ക കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം ഈ പേരമരത്തായിട്ട് ഇഷ്ടം പോലെ ഫിലോകൾ കയറി പോകുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ നിറച്ച് പച്ചപ്പ് ഹരിതാപമായി. ഇതാണ് പ്യാരിയാണെങ്കിൽ പട്ടി മൈൻഡ്. അപ്പുറത്ത് ഈ പ്യാരിയുടെ മക്കളും പാപ്പിയും ഉണ്ട്. ഈ പാപ്പിയാണെങ്കിൽ പ്യാരിയുടെ അപ്പുറം കിടന്ന് വെച്ച് ചിന്നുവിൻ്റെ മോനാണ്. ഇതാണ് പ്യാരിയുടെ മക്കൾ. അങ്ങനെ പ്യാരിയുടെ മക്കളുടെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ നേരെ വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ ആർക്ക്. ഞാനും അനിയനും കൂടെ കുറച്ച് നാൾ മുന്നേ പണിതാണ് ഈ ആർക്ക്. നമ്മൾ POC പൈപ്പും അങ്ങനെയുള്ള കുറച്ച് സാമഗ്രികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കിയതാണ്. ഒരു സൈഡിൽ ഞാൻ മങ്കാത്ത കയറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ സൂസൻ വൈനും ഉണ്ട്. പിന്നെ സൈപ്രസ് വൈൻ, റെഡ് കളർ സൈപ്രസ് വൈനാണ്, ആകാശമുല്ല എന്ന് പറയണത്. അതാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും. അപ്പം എപ്പോഴും ആർക്ക് ഗ്രീനായിട്ടിരിക്കും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിങ്ങനെ കയറ്റി വിട്ടേക്കുന്നത്. എന്താവുമെന്ന് അറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള മൽബറി. ഇതിലെപ്പോഴും കായ ഉണ്ടാവും. ഇത് ഞാൻ ആൻറ്റിയുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാ ബ്രാഞ്ചിലും കായായിട്ടുണ്ട്. എൻ്റെ ആയപ്പോഴേക്ക് നല്ല മഴയും തുടങ്ങി. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് പിന്നെ കുറച്ച് നേരം മൊയിലിൻ്റെ അടുത്തേക്ക് കിടന്നു. പിന്നെ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് അങ്ങനെ നടന്നപ്പോഴേക്ക് രാത്രി. പിന്നെ ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ.